ഹായ്, എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. CUET MSW എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങൾ? നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നമുക്കറിയാം, നമ്മൾ CUET MSWക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിലബസ് അനുസരിച്ചാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്ക് ടോട്ടല് 9 യൂണിറ്റ് ആണ് നമ്മുടെ സിലബസിൽ വരുന്നത്. അതിൽ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള സോഷ്യൽ കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ ഈ സോഷ്യൽ കൺസെപ്റ്റില് നമുക്ക് ടോട്ടല് 17 സബ് ടോപ്പിക്സുകൾ വരുന്നുണ്ട്. നമ്മൾ ഇതിൽ കൊടുത്തതുപോലെ ഫാമിലി, മാരേജ്, നൈബർഹുഡ്, കമ്മ്യൂണിറ്റി, കൾച്ചർ, ക്ലാന്, കാസ്റ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള 17 സബ് ടോപ്പിക്സുകൾ ഉണ്ട്. ഈ യൂണിറ്റിൽ നമ്മൾ ഈ 17 സബ് ടോപ്പിക്സുകൾ എന്താണെന്നും അതിന്റെ ടൈപ്സും അതിന്റെ ഡെഫിനേഷൻസും ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, CUET MSW പരീക്ഷയ്ക്ക് പൊതുവെ ചോദിക്കാറുള്ളതാണ്, എന്താണ് കൾച്ചർ ലാഗ് എന്ന്. കൾച്ചർ ലാഗ് ആരുടെ തിയറി ആണെന്നൊക്കെ പറഞ്ഞു. സോ കൾച്ചർ എന്ന് പറയുന്ന ഈ ഒരു സബ് ടോപ്പിക്കിൽ വരുന്നതാണ് കൾച്ചർ ലാഗ് എന്ന് പറയുന്ന തിയറി. അപ്പം കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു പോകും. ടൈപ്സ് ഓഫ് കൾച്ചർ വരുന്നുണ്ട്, സബ് കൾച്ചർ, കോൺട്രാ കൾച്ചർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൾച്ചർ ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് കൾച്ചർ ലാഗ്, ഈ തിയറി. സോ നമുക്ക് ഈ തിയറിയിലോട്ട് എന്തായാലും ഒന്ന് പെട്ടെന്ന് പോകാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തിയറി മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് കൾച്ചർ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ അത് പറയുന്നില്ല. എന്താണ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചെറിയ ഡെഫിനേഷൻ ഉണ്ട്. ആ ഡെഫിനേഷൻ ഒന്ന് ഞാൻ പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടും. എഡ്വേർഡ് ബി ടൈലർ പറയുന്ന ഒരു ഡെഫിനേഷൻ ആട്ടോ കൾച്ചറിൻ്റെത്. കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഒരു സൊസൈറ്റിയുടെ ഒരു അംഗമാണ്, അല്ലെ? സൊസൈറ്റിയുടെ അംഗം എന്ന നിലയിൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ആർജിച്ചെടുക്കുക? ഒരു സമൂഹത്തിലെ അംഗം എന്ന നിലയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നമ്മളെ വിശ്വാസങ്ങള്, ആചാരങ്ങള്, നിയമങ്ങള്, കസ്റ്റംസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള, അല്ലെ, നമ്മൾ ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന അന്ന് വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അതിനൊക്കെ കൂടെയുള്ള ഒരു ആകത്തുകയാണ് കൾച്ചർ എന്ന് പറയാം. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. കൾച്ചർ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കൂടുതൽ അതിലോട്ട് പോകുന്നില്ല. ഈ ഡെഫിനേഷൻ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കൾച്ചർ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. സ്ലാഗ് പഠിക്കുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം പഠിച്ചു. കൾച്ചർ എന്താ നമുക്കറിയാം, അല്ലേ? അതിനു മുന്നേ രണ്ട് കാര്യങ്ങൾ കൂടി, ഒരു കാര്യം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും. എന്താണ് മെറ്റീരിയൽ കൾച്ചർ? അത് വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? നമുക്ക് വിസിബിൾ അല്ല, കാണാൻ പറ്റാത്തതാണ്, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്തതാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ. എന്താണ്? ഫോർ എക്സാമ്പിൾ, പുസ്തകം, പേന, അങ്ങനെ തുടങ്ങിയിട്ടുള്ള, അല്ലേ, നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മുടെ ഫാഷന്, ഡ്രസ്സ്, ഇതൊക്കെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് വിസിബിൾ ആയിട്ട് കാണുന്ന കാര്യമാണ്. സോ അതിനെയാണ് എന്ത് പറയാ? മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. നമുക്ക് വിസിബിൾ ആയിട്ട് കാണുന്ന നമ്മൾ ഫുഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. നമുക്ക് എന്താ പറ്റില്ല, പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റൂല. എന്തായിരിക്കും അത്? നമ്മളെ വിശ്വാസങ്ങള്, ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള്, അല്ലെ? അത് പ്രത്യക്ഷത്തിൽ നമുക്കിങ്ങനെ വിശ്വാസങ്ങൾ ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റൂ? ഇല്ല, നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ അതാണ് നോൺ വിസിബിൾ, നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ രണ്ട് കാര്യം ഓർത്ത് വെക്കുക. മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും എന്താന്ന് മനസ്സിലായി. അപ്പോൾ സോ കൾച്ചറലാക്കി തിയറിയിലോട്ട് വരുമ്പം കുറെ സാധനങ്ങളുണ്ട്, അല്ലേ? ഇവിടെ ചെറിയൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സ്പീഡ് ഈസ് ഫാസ്റ്റർ, സ്പീഡ് ഈസ് സ്ലോവർ, അതിനിടയിൽ ഒരു കൾച്ചർ ലാഗ്. എന്താന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറിന്റെ ഇടയിൽ വരുന്ന ലാഗിനെയാണ് കൾച്ചർ ലാഗ് എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എന്താണ്? മെറ്റീരിയൽ കൾച്ചറിന്റെയും നോൺ മെറ്റീരിയൽ കൾച്ചറിന്റെയും ഇടയിൽ വരുന്ന ലാഗിനെയാണ് കൾച്ചർ ലാഗ് എന്ന് പറയാം. എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരാള്, നാട്ടിൻപുറത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളും അതൊക്കെ ഫോളോ ചെയ്തു പോകുന്ന ഒരു വ്യക്തി, അല്ലെ? പുള്ളി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അബ്രോഡ് പോകേണ്ടി വന്ന് പുള്ളി UK പോയി. അങ്ങനെ UK പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക? UK പോകുന്ന സമയത്ത് പുള്ളിക്ക് മെയിൻ ആയിട്ട് പുള്ളി കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടെ മെയിൻ ആയിട്ട് സംഭവിക്കുന്ന വെച്ചാൽ, പുള്ളി പെട്ടെന്ന് മെറ്റീരിയൽ കൾച്ചർ ഒക്കെ പുള്ളി അഡോപ്റ്റ് ചെയ്യും.
അല്ലേ? മെറ്റീരിയൽ കൾച്ചർ അല്ലേ? ആദ്യം മെറ്റീരിയൽ കൾച്ചർ ആണോ നോൺ മെറ്റീരിയൽ കൾച്ചർ ആണോ യു കെയിൽ പോയി കഴിഞ്ഞാൽ ആ മനുഷ്യന് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യുക? മെറ്റീരിയൽ കൾച്ചർ ആയിരിക്കും. എന്തൊക്കെയായിരിക്കും മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുമ്പോൾ? പുള്ളി അവിടുത്തെ ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ രീതിയിൽ ഡ്രസ്സ് ധരിക്കും. കാരണം അവിടെ എന്താണ് നമ്മുടെ നാട്ടിലെ നല്ല മീനും കറിയും അല്ലെ അച്ചാറും അതും ചമ്മന്തിയൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് എന്താണ് പുള്ളി അവിടുത്തെ അല്ലെ ബെന്നും കാര്യങ്ങളൊക്കെ കഴിക്കും. ഇതൊരു സിനിമയിൽ സുരാജ് കഴിക്കുന്നുണ്ട് അല്ലെ, പാട്ട് വെച്ചുകൊണ്ട് ഇങ്ങനെ ബെണ്ണ് കഴിക്കുന്ന ഒരു സീനില്ലേ, അയല വെറുത്തതുണ്ട് കരിമീൻ എന്ന് പറഞ്ഞൊരു പാട്ട് വെച്ചിട്ട് 2 കൺട്രീസിലെങ്ങാണ്ടാന്ന് തോന്നുന്നത് ഇങ്ങനെ ആ ബെണ്ണ് കടിച്ചു കഴിക്കുന്നത്. വേറെ നിവൃത്തിയില്ല. അതേപോലെ തന്നെ എന്താണ് അവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിക്കും. എന്താണ് തണുപ്പാണ്, അപ്പൊ നമ്മൾ അവിടുത്തെ അരി മുണ്ടും അല്ലെ എന്താണ് തുണി ഇതൊന്നും കയ്യിലൊന്നും എടുത്ത് നടക്കാൻ പറ്റില്ല. അപ്പൊ അവിടുത്തെ രീതിയിൽ ജാക്കറ്റും കാര്യങ്ങളൊക്കെ നടക്കും. സോ ഒരു മനുഷ്യ നമ്മൾ എന്തായി അല്ലെ ഇവിടുന്ന് അവിടെ പോകുമ്പോൾ യു കെയിൽ പോയിട്ടുള്ള ആ മനുഷ്യന് സ്വാഭാവികമായിട്ട് എന്താണ് ധരിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്തത് മെറ്റീരിയൽ കൾച്ചറാണ്. മെറ്റീരിയൽ കൾച്ചർ അഡോപ്റ്റ് ചെയ്ത്. ബട്ട് പുള്ളിയുടെ നോൺ മെറ്റീരിയൽ കൾച്ചർ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒന്നും മാറിയിട്ടുണ്ടാവില്ല. പുള്ളി ഒരു 6 മാസം കൊണ്ട് മെറ്റീരിയൽ കൾച്ചർ അഡോപ്റ്റ് ചെയ്ത് വിചാരിക്കുക. ബട്ട് ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടും പുള്ളി നമ്മുടെ നാട്ടിൻ പുറത്ത് അതേ രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. മീൻസ് അവിടുത്തെ നോൺ മെറ്റീരിയൽ കൾച്ചർ യു കെയിലുള്ള നിയമങ്ങളോടും അതിനോടൊന്നും പുള്ളി കണ്ട് അഡോപ്റ്റ് ആവുന്നില്ല. അവിടെ ലിവിങ് ടുഗദർ ആണ് അല്ലെ, അവിടെ എന്താണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണും. നമ്മുടെ നാട്ടിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പല കാര്യങ്ങളും കാണും. സോ അതൊന്നും പുള്ളിക്ക് അങ്ങോട്ട് എന്താവുന്നില്ല, സെറ്റ് ആവുന്നില്ല. അതിന് സമയം എടുക്കും അല്ലെ. അപ്പൊ എന്താണ് മെറ്റീരിയൽ കൾച്ചർ പുള്ളി അവിടെ പോയി 2 മാസം കൊണ്ട് തന്നെ മെറ്റീരിയൽ കൾച്ചർ അഡോപ്റ്റ് ആയി. നോൺ മെറ്റീരിയൽ കൾച്ചർ അഡോപ്റ്റ് ആവാന് 2 കൊല്ലം എടുത്ത്. അവിടുത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പുള്ളിക്ക് ഫോളോ ചെയ്തു വരാന് 2 വർഷം എടുത്തു. അപ്പൊ എന്താണ് ഇതിന്റെ ഇടയിൽ വരുന്ന ലാഗ് ഉണ്ടല്ലോ, ആ ലാഗിനെയാണ് കൾച്ചർ ലാഗ് എന്ന് പറയുക. അതായത് പുള്ളി അവിടെ പോയപ്പോൾ അവിടുത്തെ ബെന്നും കാര്യങ്ങളൊക്കെ കഴിച്ച് സെറ്റായി, പക്ഷെ അവിടുത്തെ എന്താണ് ലിവിങ് ടുഗദറും കാര്യങ്ങളൊന്നും പുള്ളിക്ക് സെറ്റ് ആവുന്നില്ല. അപ്പൊ ഇതിനിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ 6 മാസം കൊണ്ട് മെറ്റീരിയൽ കൾച്ചർ അഡോപ്റ്റ് ചെയ്തു. ബട്ട് 2 കൊല്ലം കൊണ്ടാണ് പുള്ളി എന്തായത് നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള കൾച്ചർ അഡോപ്റ്റ് ചെയ്ത് വരുന്നത്. സോ ഇതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിനെയാണ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് വരും. ആ കോൺഫ്ലിക്റ്റിനെയാണ് കൾച്ചർ ലാഗ് എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ആദ്യം ഏതാണ് അഡോപ്റ്റ് ചെയ്യുക? ആദ്യം മെറ്റീരിയൽ കൾച്ചർ ആണ് മനുഷ്യന് അഡോപ്റ്റ് ചെയ്യുക, പിന്നെയാണ് നോൺ മെറ്റീരിയൽ കൾച്ചർ അഡോപ്റ്റ് ചെയ്ത് വരിക. ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. സോ അത്രേ ഉള്ളൂ. അതായത് ഇവിടെ ഉണ്ട് കണ്ടോ, മെറ്റീരിയൽ കൾച്ചർ അല്ലെ സ്പീഡ് ഈസ് ഫാസ്റ്റർ, പെട്ടെന്നായിരിക്കും. നോൺ മെറ്റീരിയൽ കൾച്ചർ സ്പീഡ് ഈസ് സ്ലോവർ. ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സോ അതാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൾച്ചർ ലാഗ് എന്ന് പറയുന്ന തിയറി. അപ്പം ഈ യൂണിറ്റിൽ തന്നെ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്. എത്നോസെൻട്രിസം, അക്കൾച്ചറേഷൻ, എൻകൾച്ചറേഷൻ, ടൈപ്സ് ഓഫ് കൾച്ചർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് എന്താണ് കൾച്ചറിൽ മാത്രം ഡിസ്കസ് ചെയ്യാണ്ട്. പിന്നെ നമുക്ക് ക്ലാന് എന്താണ് നൈബർഹുഡ്, കമ്മ്യൂണിറ്റി അങ്ങനെ പറഞ്ഞിട്ട് 17 ടോപ്പിക്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ സിമ്പിൾ ആയിട്ട് ഈ തിയറി ഓർത്ത് വെക്കുക. ഇത് ബേസ് ചെയ്തിട്ട് എക്സാമിന് വരാൻ സാധ്യതയുള്ള 2-3 ക്വസ്റ്റ്യൻസും കൂടി ഞാൻ എന്ത് ചെയ്യാം ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. യെസ്, വില്യം ഓഫ് ഒക്ബേൺ ആണ് അല്ലെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ തിയറി ഒരിക്കലും എന്ത് ചെയ്യരുത്, ആരാണ് പറഞ്ഞത് എന്നുള്ളത്, പ്രൊപ്പഗണ്ട ആരാന്നുള്ളത് മറക്കരുത്. വില്യം ഓഫ് ഒക്ബേൺ ആണ്, ഓർത്ത് വെക്കുക. സോ എന്താണ് വിച്ച് ടൈപ്പ് ഓഫ് കൾച്ചർ ചേഞ്ച് ഫാസ്റ്റർ അല്ലെ, ഏത് ടൈപ്പ് ഓഫ് കൾച്ചർ ആണ് പെട്ടെന്ന് മാറ്റം സംഭവിക്കുക എന്ന് പറയുന്നത്? മെറ്റീരിയൽ ആണോ, നോൺ മെറ്റീരിയൽ ആണോ, റിലീജിയസ് കൾച്ചർ ആണോ, സ്പിരിച്വൽ ആണോ? നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, അവിടെ പോയ സമയത്ത് പെട്ടെന്ന് മാറ്റം വന്ന് എന്താണ് യു കെയിൽ പോയ സമയത്ത് സുരാജിന് പെട്ടെന്ന് മാറ്റം വരുന്നത് എന്തായാലും അല്ലേ, മെറ്റീരിയൽ കൾച്ചർ ആണ്. അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെയായിരുന്നു പോയി. സോ മെറ്റീരിയൽ കൾച്ചർ ആണ് പെട്ടെന്ന് മാറ്റം വരിക. യെസ്, ആൻസർ ഇസ് മെറ്റീരിയൽ കൾച്ചർ. നെക്സ്റ്റ്, കൾച്ചർ ലാഗ് occurs when non-material culture fails to adapt changes in material culture. റീസണിങ് നോക്കണം. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് often progress faster than societal norms, values and laws can adjust to them അല്ലെ. എന്താണ് ഇതിന്റെ ആൻസർ? എന്തായിരിക്കും? നമ്മൾ തിയറി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ് അല്ലെ. നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? മെറ്റീരിയൽ കൾച്ചർ പെട്ടെന്ന് പോകും, മുന്നോട്ട് സ്പീഡിൽ പോകും. മറ്റാളെന്തായിരിക്കും? നോൺ മെറ്റീരിയൽ കൾച്ചർ ലാഗ് അടിച്ചാവും വരിക. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ 1 ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. നമ്മൾ പറഞ്ഞ എന്താ, ഇതിൽ ഫസ്റ്റ് നോക്കാം. കൾച്ചർ ലാഗ് occurs when നോൺ മെറ്റീരിയൽ കൾച്ചർ ഫൈൽസ് ടു അഡാപ്റ്റ് ചേഞ്ചസ് ഇൻ മെറ്റീരിയൽ കൾച്ചർ അല്ലെ. എന്താണ് നോൺ മെറ്റീരിയൽ കൾച്ചർ
സമയമെടുത്ത് അല്ലെ, മെറ്റീരിയൽ കൾച്ചർ പെട്ടെന്ന് മാറ്റം സംഭവിക്കുമ്പോൾ മറ്റാൾ കൂടെ വരുന്നില്ല, നോൺ മെറ്റീരിയൽ കൾച്ചർ നമ്മളെ കൂടെ വരുന്നില്ല, അവിടെ മൂപ്പരുള്ള എന്താണ് ഒരു പരാജയമായിട്ട് മാറുകയാണ്. അപ്പൊ അത് ശരിയാണ്. രണ്ടാമത്തത് നോക്കുക, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് പെട്ടെന്ന് മാറും അല്ലെ. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്തായിരിക്കും, ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും. നമ്മള് എന്താണ് വലിയ രീതിയിലുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മളെ എന്താണ് നോംസ്, വാല്യൂസ്, സൊസൈറ്റിയിലുള്ള അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചിലപ്പോൾ എന്തായിരിക്കും പഴഞ്ച രീതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. സോ അതും റെഡിയാണ് അല്ലേ. അപ്പൊ എന്താണ് ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, കൾച്ചർ ലാഗ് ക്യാൻ ലീഡ് ടു, എവിടേക്കാണ് കൾച്ചർ ലാഗ് ലീഡ് ചെയ്യുക? ഒരു സോഷ്യൽ ഹാർമണി ആണോ? സോഷ്യൽ ഹാർമണിയിലോട്ട് ലീഡ് ചെയ്യോ കൾച്ചർ ലാഗ്? ഇല്ലല്ലേ, ഒരു സോഷ്യൽ ഹാർമണിയിലോട്ട് ലീഡ് ചെയ്യില്ല. ടെമ്പററി സോഷ്യൽ മാലഡ്ജസ്റ്റ്മെന്റ് അല്ലേ, ഇത് കറക്റ്റ് ആണ് ആൻസർ അല്ലേ. ആൻസർ എന്താണ്? ബി ആണ്. ടെമ്പററി സോഷ്യൽ മാലഡ്ജസ്റ്റ്മെന്റിലോട്ടാണ് കൾച്ചർ ലാഗ് ലീഡ് ചെയ്യാം. എന്താണ് ഒരു ടെമ്പററി അല്ലെ, ഒരു ഇഷ്യൂ, ടെമ്പററി ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്താവാണ് പുള്ളി UK പോയപ്പോൾ പുള്ളിക്ക് ഫേസ് ചെയ്യാണ്. സോ സിമ്പിൾ ആയിട്ട് നമുക്കത് കൾച്ചർ ലാഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ 4 ആൻസർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ എന്താണ് അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നിങ്ങൾ CUT MSWക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ SWC നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിലവിൽ പരിമിതമായ സീറ്റിൽ മാത്രമേ നമ്മൾ ഫ്രീ ആയിട്ടുള്ള കോഴ്സ് കൊടുക്കുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് നമ്മൾ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിശ്ചിത മാനദണ്ഡത്തിനനുസരിച്ച് അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ കോഴ്സിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അത്രയും അർഹതപ്പെട്ട കുട്ടികൾക്ക് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.